ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു പ്രൗൺസ് ബിരിയാണി കണ്ടാലോ? എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ സ്റ്റൈലിൽ അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ആ ഓയിലിലോട്ട് നമുക്ക് 2 സവാള എടുക്കണം. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ 2 സവാള ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഫ്രൈ ആക്കി എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം ആ ഓയിൽ കളയണ്ട കേട്ടോ. ആ ഓയിലിൽ തന്നെ നമുക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഗീ ഇട്ടതിന് ശേഷം നമുക്ക് പിന്നെന്താണ് കറുവാപ്പട്ട, അതേപോലെ തന്നെ സ്റ്റാർ, ഏലക്ക, ബേ ലീഫ് ഇതെല്ലാം കൂടെ ഒന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് 2 തക്കാളി ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊരു ലോ ഫ്ലെയിമിൽ ഫ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. നല്ലൊരു പേസ്റ്റ് രൂപത്തിലായി എടുക്കണേ. എന്തെങ്കിൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഇതുപോലൊരു പേസ്റ്റ് രൂപത്തിലാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. ഈ തക്കാളി ഇവിടെ കിടന്ന് വഴണ്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത ഒരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് അടുത്തത് ചോറ് സെറ്റാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയാണ്. അതിനകത്തോട്ട് ഞാൻ ബേ ലീഫും കറുവപ്പട്ടയും സ്റ്റാറും പിന്നെ കുറച്ച് സവാള അവിടെ ബ്രൗൺ ആയിട്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഫ്രൈ ചെയ്ത്, അതുകൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അരി എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളച്ചതിന് ശേഷം വേണം നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ. ഞാൻ ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി അപ്പോൾ ആ സമയം അവിടെ കിടന്ന് വേകുമല്ലോ. അങ്ങനെ അരി നന്നായിട്ട് വേകട്ടെ കേട്ടോ. ആ സമയം നമുക്ക് ബാലൻസ് എല്ലാ കാര്യങ്ങളും നോക്കാം. അരി ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ തക്കാളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് കണ്ടില്ലേ, ഈ ഒരു പേസ്റ്റ് രൂപത്തിലാകുമ്പോഴേക്കും നമുക്ക് മുളക് പൊടിയും അതേപോലെ തന്നെ മഞ്ഞപ്പൊടിയും നമുക്ക് എന്തൊക്കെ പൊടിയാണോ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ആ പൊടിയെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കണം. നിങ്ങൾ ഓരോരുത്തരും എന്തൊക്കെ പൊടിയാണോ എത്ര എരിവിനനുസരിച്ചാണോ ചേർക്കുന്നത് ആ ഒരു രീതി വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ എൻ്റെ എരിവിനനുസരിച്ചാണ് ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നതും ആ സ്പൈസസും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏത് അളവാണോ സ്പൈസസ് വേണ്ട അതനുസരിച്ച് ചേർക്കാം. അതിനുശേഷം ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടണം കേട്ടോ. അതിന് വേണ്ടിയാണ് വഴറ്റിയെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ പ്രൗൺസ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ തക്കാളി പേസ്റ്റിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മസാല പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കിലോ പ്രൗൺസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മസാലയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങളപ്പോൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. എത്ര സ്പൈസ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളമേ ഉള്ളൂ, അത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ച് വെക്കാം. അവിടെ നിന്ന് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ച് വെന്ത് കിട്ടട്ടെ കേട്ടോ. നന്നായിട്ട് ഒരു 10 മിനിറ്റ്സ് വെച്ചപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഞാൻ ആ ഫ്രൈ ചെയ്ത നമ്മുടെ സവാള ഉണ്ടല്ലോ അതിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ഒരു സ്റ്റൈൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല നമ്മുടെ ബിരിയാണിയുടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. എല്ലാം നമ്മൾ ഈ പ്രൗൺസിനകത്താണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചോണേ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്താ ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സായി കിടന്നിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ചോറ് റൈസ് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പുതിനയിലയും മല്ലിയിലയും ഒക്കെ നന്നായിട്ട് വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലും ബാക്കി വരുന്ന റൈസ് ഇട്ട് നന്നായിട്ടത് ഇതാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലും ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സവാളയും കാഷ്യൂനട്ടും കിസ്മസും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കാഷ്യൂനട്ടും കിസ്മസും ഇടുന്ന എൻ്റെ വീഡിയോ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇതിനകത്ത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അറിയാത്തവർ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പ്രൗൺസ് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർ ഇതുപോലെ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കണേ. ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദം ബിരിയാണി എന്നൊക്കെ പറയത്തില്ല, അതേപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ്, ഒരു രക്ഷയില്ല എൻ്റെ പൊന്നുമക്കളെ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ
ബൈ ബൈ. താങ്ക് യു.